ഹലോ, ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണേ. ബർത്ത്ഡേ വേറെ ആരുടെയും അല്ല, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെയാണ്. ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് ചെയ്യണം എന്നുള്ളതിൽ എനിക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യം പുള്ളിക്കാരൻ തന്നെ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗിയറിൻ്റെ സൈക്കിൾ വാങ്ങണം. അതൊരാഗ്രഹമായിരുന്നു. വാങ്ങിക്കൊടുക്കണം, ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുക്കണം എന്നല്ല, അത് പുള്ളിയുടെ ഒരു ആഗ്രഹത്തിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ്, ഒരു ഗിയറിൻ്റെ സൈക്കിൾ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ അത് ഞാനിങ്ങനെ മൈൻഡിൽ വെച്ചിരുന്നു. അപ്പോൾ അത് തന്നെ വാങ്ങിക്കൊടുക്കാമെന്നങ്ങ് തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് സൈക്കിളൊക്കെ സെലക്ട് ചെയ്ത് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ട് നമ്മൾ നേരെ ഒരു ബേക്കറിയിലേക്ക് കയറി. അവിടുന്ന് 2 ഫലൂഡയൊക്കെ തട്ടി. പിള്ളേർ ഈ വീഡിയോ കാണുമ്പോൾ ചീത്ത വിളിക്കും, ഞങ്ങൾക്കൊന്നും വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ അവരോട് പറഞ്ഞെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ അവരായിട്ട് തന്നെ നമുക്ക് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്ത് തന്നു. അത് നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലാണ് കേട്ടോ സൈക്കിൾ എടുത്ത് വെച്ചിരുന്നത്. കാര്യം അതായത് നമ്മൾ ശനിയാഴ്ചയാണ് പോകുന്നത് സൈക്കിൾ വാങ്ങാനായിട്ട്. അപ്പോൾ ശനിയാഴ്ച രാത്രിയിലാണ് ചേട്ടൻ വരുന്നത്. ചേട്ടൻ നാട്ടിലില്ല, തമിഴ്നാട്ടിലാണ്, ITBPയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശനിയാഴ്ച രാത്രിയിൽ ഒരു ദിവസത്തേക്ക് നൈറ്റ് പാസിന് വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. തിങ്കളാഴ്ച തൊട്ട് അവർക്കെന്തോ കോഴ്സ് തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് വന്നിട്ട് പോകാമെന്നും പറഞ്ഞ് ഞാനും, പിന്നെ ബർത്ത്ഡേ അല്ലേ, ഞായറാഴ്ചയാണ് ബർത്ത്ഡേ, അപ്പോൾ അതുകൊണ്ട് ഞാനും നിർബന്ധിച്ചു വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ആൾ വരുന്നത്. അപ്പോൾ പിന്നെ സൈക്കിൾ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആൾ കാണുമല്ലോ. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൈക്കിള്. അങ്ങനെ ശനിയാഴ്ച രാത്രി ആളെത്തി. ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് ചേട്ടൻ വന്നത്. പിറ്റേന്ന് രാവിലെ ഞാനിങ്ങനെ കടയിലേക്ക് കുറച്ച് സാധനം വാങ്ങാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ആ തക്കത്തിന് സൈക്കിളെടുത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചു. താണ്ടെ വന്നു ആള്. കുറച്ച് ഒന്ന് സർപ്രൈസായി. എന്നാലും ഈ മുഖത്ത് വലിയ എക്സ്പ്രഷൻസ് ഒന്നും വരാറില്ല. ആൾക്കാരുടെ മുന്നിലും അതുപോലെ തന്നെ വന്നത് ഞാൻ ക്യാമറയും പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പം വലിയ എക്സ്പ്രഷൻസ് ഒന്നും ഇടത്തില്ല കേട്ടോ. അങ്ങനെ സൈക്കിളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. ആൾക്ക് ഇഷ്ടപ്പെട്ടു. കേശുവിനോട് പറയാണ് കേട്ടോ, ഇത് നിനക്കുള്ള സൈക്കിളാണ്, നീ വളർന്നു വരുമ്പോൾ നിനക്കുള്ള സൈക്കിളാണെന്നൊക്കെ കേശുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ സൈക്കിളൊക്കെ നോക്കിയിട്ട് ആളൊരു ട്രയലൊക്കെ എടുത്തിട്ട് വന്നു. കേശുവിനും ഭയങ്കര സന്തോഷമായിട്ടോ. അവനിങ്ങനെ കൂടെ ഓടുകയാണ്, അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും എല്ലാം ഇങ്ങനെ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ആശയൊക്കെ അല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. കാര്യം പിള്ളേരോ അമ്മയോ അച്ഛനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വായിന്ന് ഇങ്ങനെ വരും. അതുകൊണ്ട് നമ്മൾ ആരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ട്രയലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. സാധാരണ ബർത്ത്ഡേക്കൊന്നും ആൾ നാട്ടിൽ കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ളതൊക്കെ എടുത്തിട്ട് കൊറിയർ ചെയ്ത് നേരത്തെ ചേട്ടൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്തിട്ട് അവരുടെ അഡ്രസ്സിലേക്ക്, അതായത് അവരുടെ ക്യാമ്പിലെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാറാണ് പതിവ്. പിന്നെ സമയമാകുമ്പോൾ അവരെടുത്ത് കൈ കൊടുക്കും, അതാണ് പതിവ്. ഇപ്രാവശ്യം എന്തായാലും നാട്ടിലുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു സന്തോഷമായിരുന്നു. നേരിട്ട് ആളുടെ മുഖത്തെ എക്സ്പ്രഷൻസും സന്തോഷമൊക്കെ കാണാൻ പറ്റി. പിന്നെ ഇതിപ്പോൾ രാത്രി 8:30 ആയപ്പോൾ ചേട്ടൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും കേട്ടോ. തിരിച്ച് ക്യാമ്പിലേക്ക് പോകാനായിട്ട് റെഡിയായി. അപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. കേക്കൊക്കെ മക്കളുമായിട്ട് നിന്ന് മുറിച്ചു. സന്തോഷമായിട്ട് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് വളരെ സന്തോഷമുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തേത്. കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദൂരെ ആകുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു മുഖത്തെ സന്തോഷവും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ഇതടുത്തുള്ളത് കൊണ്ട് തന്നെ നമുക്കും ഒരു സന്തോഷമായിരുന്നു. പിന്നെ വന്നിട്ട് അതേ ദിവസം തന്നെ തിരിച്ചു പോകുന്നതിൻ്റെ ഒരു സങ്കടം എനിക്കും മക്കൾക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു മൊത്തത്തിൽ. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ആഘോഷിക്കാൻ പറ്റിയല്ലോ. അടുത്ത് എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് സന്തോഷിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. എല്ലാവരും, അച്ഛനും അമ്മയും ചേട്ടത്തിയും ഞങ്ങളും മക്കളും എല്ലാവരും ഹാപ്പിയായി. നല്ല അടിപൊളി ഒരു ബർത്ത്ഡേ ആയിരുന്നു.